ആദം എന്നാ ഭാഗ്യവാനായിരുന്നു. ഈ ഭൂമിയിലെ സ്വത്തുക്കൾ മുഴുവൻ സ്വന്തമായിരുന്നില്ലേ? വീതം വയ്ക്കാൻ വേറെ ആരുമില്ല, തട്ടിക്കൊണ്ടു പോകാൻ കള്ളന്മാരുമില്ല. അച്ചായോ? എന്നതാടോ? അല്ല, കുഴപ്പമൊന്നുമില്ലല്ലോ. എന്നാ കുഴപ്പമാടോ? ഓ, അല്ല, അച്ചായൻ തന്നെത്താനെ ഏതാണ്ടൊക്കെ പറയുമായിരുന്നേ. അതെ, പറഞ്ഞത് വേറൊന്നുമല്ല, മുതുകാരണ ഒരു ആദത്തെ പറ്റിയാ. ഈ ഞാനും അങ്ങനെ ആയിരുന്നേ. എന്നാ രസമായിരുന്നു. ഔവയായിട്ട് അന്നാമ്മ മാത്രം. അപ്പൊ മാത്യൂസും ബോബനും സെലീനയും കൃഷ്ണപിള്ളയും ടീനയും ഒന്നും ഉണ്ടാവത്തില്ല. പരമസുഖം. അപ്പൊ സ്വത്തുക്കൾ മുഴുവൻ എനിക്ക് സ്വന്തം. അന്നാമ്മച്ചേടത്തിയോട് ഇപ്പോഴും സ്നേഹം തന്നെ അല്ലയോ? ഇത് എന്നാ ചോദ്യമാടോ മാത്യൂസേ? ചാവണ വരെ അന്നാമ്മയോട് സ്നേഹം തന്നെ ആയിരിക്കും. പിന്നെന്നാ, ദേഷ്യം വരുമ്പോ ഞാൻ തന്തയ്ക്ക് വിളിക്കും, തല്ലും. തെങ്ങുമൂട്ടി ഫിലിപ്പോസ് അങ്ങനാ. എങ്കി ഒരു സന്തോഷ വാർത്ത ചൂടോടെ പിടിച്ചാട്ടെ. അവിടെ സെലീനയും അന്നാമ്മ ചേടത്തിയും വഴക്ക് തുടങ്ങി. സെലീന പെറിയലെന്ന് പറഞ്ഞാ യുദ്ധം. ഇനി അധിക ദിവസം ഒന്നും അവര് രണ്ടും ഒരു വീട്ടിൽ കഴിയുകയല്ല. ഇത് ഇങ്ങനെ വരത്തുള്ളെന്ന് എനിക്ക് നേരത്തെ അറിയാം. അന്നാമ്മയെ കാണുവാന്നെങ്കിൽ താൻ പറഞ്ഞേക്ക്, എനിക്ക് അവളോട് ദേഷ്യമൊന്നും ഇല്ലാന്ന്. ഇങ്ങോട്ട് പോരാൻ പറ. അത് പിന്നെ ഞാൻ പറയത്തില്ലയോ? അച്ചായന്റെ മനസ്സറിഞ്ഞ സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് വിവരം ഞാൻ ചേട്ടത്തിയുടെ ചെവിയിൽ എത്തിച്ചിരിക്കും. സെലീന അവളെ ഉപദ്രവിക്കോ മറ്റോ ചെയ്യുമോടോ? ഏയ്, അതൊന്നും ചെയ്യത്തില്ല. ഒന്നും രണ്ടും പറയുമെന്നേ ഉള്ളൂ. അതോർത്ത് അച്ചായ മനസ്സ് നീട്ടണ്ട. ബോവനില്ലയോ അവിടെ? പിന്നെ കൊച്ചു ത്രേസ്യ ഈ ഇടയ്ക്കെങ്ങാനും കണ്ടായിരുന്നോ? കഴിഞ്ഞ ആഴ്ച ആശുപത്രിയിൽ വേറൊരു കാര്യത്തിന് പോയപ്പോ ഒന്ന് കയറി കണ്ടു. ഓ, വലിയ തിരിച്ചറിവൊന്നും ആയിട്ടില്ല. എങ്കി ഇപ്പൊ പറ്റിയ സമയമാ. വക്കീല് പറയുന്നത് 2 പത്രത്തിൽ കൂടി ത്രേസ്യയുടെ വിരലടയാളം വേണമെന്നാ. ഒരെണ്ണം എന്റെയിലുണ്ട്, പക്ഷെ അത് മാത്രം പോരാ. അല്ല, അതിനിപ്പോ എന്നതാ ചായ ഒരു മാർഗം? താൻ തന്നെ മാർഗം ഉണ്ടാക്കണം. ദേ, ഞാൻ തരുന്ന പ്രമാണം കൊണ്ടുപോയി ത്രേസ്യയുടെ വിരലടയാളം വെച്ചുകൊണ്ട് വരണം. അയ്യോ, അതിപ്പോ ആരെങ്കിലും കണ്ടാ? നാട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടിയും വെച്ചാണോ ഇതൊക്കെ ചെയ്യുന്നേ? പിടിക്കാൻ മഷിയും കൊണ്ട് ചെന്ന് ത്രേസ്യ ഉറങ്ങുമ്പം പതിച്ചേച്ച് പോന്നാ മതി. അതിന് ചിലപ്പം ദിവസങ്ങൾ മുഴുവൻ കറങ്ങിത്തിരിഞ്ഞ് നിൽക്കേണ്ടി വരും ആശുപത്രിയിൽ. എന്നാലും വേണ്ടില്ല, അത് കിട്ടിയേ പറ്റത്തുള്ളൂ. എന്നതാ ഒരു മടി? തനിക്ക് കാശ് തരും ഞാൻ. ഇപ്പൊ എന്റെ കയ്യില്ലെന്നേ ഉള്ളൂ. സ്വത്തുക്കൾ കയ്യിൽ വന്നാ ഒരു 25 ലക്ഷം, ഒരു 10, അല്ലേ വേണ്ട ഒരു 5 ലക്ഷം ആയിക്കോട്ടെ. കുറഞ്ഞു പോകരുതല്ലോ. കേട്ടോ മാത്യൂസേ, 5 ലക്ഷം രൂപ തനിക്ക് ഞാൻ തരും. ഇത് വാക്കാ, തെങ്ങുമൂട്ടി ഫിലിപ്പോസിന്റെ വാക്ക്. എന്നാ? ഓ, അങ്ങനെ ആയിക്കോട്ടെ. എങ്കിൽ ചെല്ല്. വിരലടയാളം കൊണ്ട് ഇങ്ങോട്ട് വന്നാ മതി. മോളെന്താ ഈ വഴിക്ക്? ഇന്ന് ഓഫീസിൽ പോകണ്ടായിരുന്നോ? ലീവാ. പിന്നെ ആന്റിയെ കണ്ടിട്ട് ഒത്തിരി നാളായില്ലേ. ഇന്നാള് മൃദുല പറയുന്ന കേട്ടു, സിറ്റിയിൽ എവിടെയോ വെച്ചു നിങ്ങൾ തമ്മിൽ കണ്ടുന്ന്. മൃദുലയ്ക്കിപ്പോ എങ്ങനെയുണ്ട്? 90% അസുഖം കുറവുണ്ടെന്ന് വേണം പറയാൻ. പഴയ പ്രസരിപ്പൊക്കെ വീണ്ടും കിട്ടിത്തുടങ്ങി. ഭാഗ്യം. തറവാട്ടി വന്നപ്പോ തൊട്ട് മീതുനെന്തോ മാറാ രോഗാണെന്ന് പറഞ്ഞു നടന്നവരുണ്ട്. ഒക്കെ ദൈവത്തിന്റെ തീരുമാനങ്ങളാ. അല്ലെങ്കിൽ മൃദുലയുടെ അച്ഛൻ മരിക്കാനും മോളുമായി വീണ്ടും തറവാട്ടിലേക്ക് തന്നെ മടങ്ങി വരാനും ഒരിക്കലും കരുതിയല്ല. പിന്നെ നിനക്ക് എന്തൊക്കെയുണ്ട് വിശേഷം? വീട്ടിലിപ്പോ സൗന്ദര്യപ്പിണക്കം കൂടി വരിക. ബോബന്റെ അമ്മച്ചിക്ക് എന്നെ ഇഷ്ടമില്ലാത്ത പോലെ പെരുമാറ്റം. ഇവിടെ വെച്ച് മമ്മി ആന്റിയും തമ്മിൽ വഴക്കുണ്ടായെന്നും പറഞ്ഞ് എന്റെ സമാധാനം അവരെ നഷ്ടപ്പെടുത്തി. പ്രായമുള്ളവരെന്തെങ്കിലും പറഞ്ഞാൽ മോൾ എതിർത്തൊന്നും പറയണ്ട. കുറ്റം പറഞ്ഞ് തളരുമ്പോ താനെ നിർത്തിക്കോളും.
ഒരു ചെവി കൂടെ കേട്ട് മറു ചെവി കൂടെ അങ്ങ് കളഞ്ഞേക്കണം. അങ്ങനെ ആന്റി ഞാനും കരുതുന്നേ. പക്ഷേ മമ്മിയുടെ കാര്യം പറഞ്ഞ് വെറുതെ ഓരോന്ന് കുത്തിപ്പൊക്കിക്കൊണ്ടുവരും. മമ്മി എന്തിനാ ഇവിടെ വന്നേ? പങ്കേന്റെ ഇവിടെ ഉണ്ടായിരുന്നോ? ഏയ്, ഞാൻ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. പഴയ കാര്യങ്ങളൊക്കെ സോഫിയുടെ മനസ്സിലുള്ളതുകൊണ്ട് വെട്ടി തുറന്ന് പറയാൻ എനിക്കൊരു മടി. എന്നാലും ചില കാര്യങ്ങൾ ഞാനും പറഞ്ഞു. പങ്കിയുടെ ഇപ്പോഴത്തെ അവസ്ഥ നമുക്കറിയാവുന്നല്ലേ. അറിഞ്ഞുകൊണ്ട് അവളെ ഒഴിവാക്കാൻ പറ്റുമോ? എനിക്കും അതറിയാം ആന്റി. പക്ഷേ മമ്മിയോട് ഞാൻ എങ്ങനെയാ പറയുന്നത്? സ്നേഹബന്ധങ്ങളാ നമ്മുടെയൊക്കെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ചില സമയത്ത് ഏറ്റവും ഇഷ്ടപ്പെടുന്നൊക്കെ നമ്മൾ അറിയാതെ തന്നെ മറ്റുള്ളവരുടെ കൈവശം ആയിപ്പോയെന്നിരിക്കും. എന്നാലും ഒരിക്കലും ആ സ്നേഹം നമുക്ക് നഷ്ടപ്പെടില്ല. ആന്റി പറഞ്ഞു വരുന്നത്? എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ട് നന്മയും തിന്മയും തിരിച്ചടിയൊക്കെ. എനിക്കും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മറക്കപ്പെടേണ്ടത് മറക്കുകയും പറയേണ്ടത് മാത്രം പറയുകയും ചെയ്യണം. സോഫി അത് ശീലിച്ചിട്ടില്ല. അത് അവൾക്ക് പറ്റിയ തെറ്റ്. ആന്റിക്ക് മമ്മിയോടൊന്ന് സംസാരിച്ചൂടെ? പങ്കിയുടെ ജീവന്റെ സുരക്ഷ ഇപ്പൊ സോഫിയുടെ കയ്യിലാ. പക്ഷേ സോഫിക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഞാൻ പറഞ്ഞു നോക്കി. കൂടുതൽ നിർബന്ധിച്ച എന്നെ ഒരു ശത്രുവിനെ പോലെ കരുതൂ. ഈ കണക്കിന് പോയാ സ്വയം വെറുക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് വരും. പിന്നെ നമ്മൾ ആരും പറയുന്നത് കേൾക്കാത്ത അവസ്ഥയാവും. അതുണ്ടാവരുത്. മോള് മമ്മിയെ കാണണം. സ്നേഹത്തോട് സംസാരിക്കണം. ഒരു മാറ്റം അവൾക്ക് നല്ലതാ. തിരുവനന്തപുരത്തേക്ക് പോകണമെന്ന് സോഫി ഇടയ്ക്ക് പറയുമെങ്കിലും അതൊരിക്കലും സോഫിക്ക് ഇഷ്ടമല്ല. ഈ നാടും ഇവിടുത്തെ മനുഷ്യരൊക്കെയാ സോഫിക്ക് ഇഷ്ടം. എങ്കിൽ പിന്നെ എന്നോടൊപ്പം താമസിക്കട്ടെ. വേണ്ട. അന്നമ്മ ചേട്ടത്തിയും സോഫിയും ഒരിക്കലും ചേർന്ന് പോവില്ല. പറ്റുമെങ്കിൽ സോഫി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണം. ഇങ്ങോട്ടോ? അതെ, സോഫി ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കണം. അതാ എൻ്റെ ആഗ്രഹം. അതുകൊണ്ടല്ല, മമ്മി സമ്മതിക്കുമെന്ന എൻ്റെ പേടി. സമ്മതിക്കും. സോഫിയുടെ മനസ്സ് നേർന്നത് ഞാൻ കാണുന്നുണ്ട്. സാഹചര്യങ്ങൾക്കനുസരിച്ച് ജീവിതം മാറി മറയുമ്പോഴും നീരേറ്റ് കൃഷ്ണപിള്ളയെ പരസ്യമായി വഴക്ക് പറയുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ആശിച്ചിട്ടുണ്ടാവും അച്ഛൻ അവളെ തറവാട്ടിലേക്ക് വിളിക്കുമെന്ന്. മോളേന്ന് അച്ഛനൊന്ന് ഉറക്കെ വിളിച്ച എല്ലാ സങ്കടവും മറന്ന് അവൾ ഓടിയെത്തും ഇവിടേക്ക്. പക്ഷേ മമ്മി ജോയിയങ്ങളിനെ വിട്ടിട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്നേഹം നിഷേധിക്കപ്പെടുന്നു എന്ന തോന്നല സോഫിക്കിപ്പോ. ആരുമില്ല എന്ന തോന്നൽ. ബോബനോടൊപ്പം നീ വീണ്ടും തിരിച്ചു പോയത് സോഫി വേദനിപ്പിച്ചിട്ടുണ്ടാവും. ഒരുപാട് സ്നേഹിക്കുന്നവർ ചുറ്റുമുണ്ടെങ്കിൽ മോളുടെ മമ്മിക്ക് വളരെ ആശ്വാസമുണ്ടാവും. നിന്റെ ഡാഡിയുടെ ഓർമ്മകളുമായി ഇവിടെ സോഫിക്ക് കഴിയാനായ സോഫി പഴയ ആളാവും. അതിന് ഞാൻ എന്താ ആന്റി ചെയ്യണ്ടേ? ഇവിടെ താമസിക്കാൻ സോഫി തയ്യാറാണോന്ന് മോള് ചോദിക്കണം. ചോദിച്ചാൽ മാത്രം പോരാ, നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുവരണം. നീ അത് ചെയ്തേ പറ്റൂ. ഇല്ലെങ്കിൽ ഈ ഒറ്റപ്പെടൽ ചിലപ്പോൾ പഴയതുപോലെ സോഫിയുടെ മാനസിക നില തകർത്തേക്കാം. ഒരു ഭ്രാന്തിയായി വീണ്ടും നിന്റെ മമ്മി മാറുന്നത് കാണാൻ നിനക്ക് കഴിയുമോ മോളെ? ആഹാ, ഇവിടെ ഒറ്റയ്ക്കിരുന്ന് വായനയായിരുന്നു. മുകളിൽ അപ്പൂപ്പൻ തന്നെ അന്വേഷിക്കുന്നുണ്ട്. അപ്പൂപ്പന് ഉറക്കം വരുന്നത് വരെ ആരെങ്കിലും അടുത്തിരുന്ന് സംസാരിക്കണം. ആ മിതു, നമ്മുടെ കല്യാണക്കാര്യം ഞാൻ അപ്പൂപ്പനോട് പറയട്ടെ? കല്യാണക്കാരിയോ? അത് സ്വയം അങ്ങ് തീരുമാനിച്ചാ മതിയോ? നീരേറ്റ് തറവാടിന്റെ അനന്തരാവകാശികളായ നിതിനും മൃദുലയും തമ്മിൽ വിവാഹം കഴിക്കുന്നതിന് ആർക്കാ എതിർപ്പ്? അച്ഛനാണെ പാർവതി ആന്റിയോട് ഇക്കാര്യം സൂചിപ്പിക്കുകയും ചെയ്തു. എല്ലാവർക്കും സമ്മതമാ. അപ്പോ എന്റെ സമ്മതം ആർക്കും അറിയണ്ടേ? മീതുവിന്റെ സമ്മതം ഞാൻ അറിഞ്ഞ പോരെ? നീരേറ്റ് ടീ എക്സ്പോർട്ടേഴ്സിന്റെ MD-ക്ക് ഈ അസുഖക്കാരി പെണ്ണിനെ തന്നെ വേണോ? അസുഖത്തിന് ട്രീറ്റ്മെന്റ് നടത്തുന്നുണ്ടല്ലോ. തീരെ കുറവുണ്ടെന്ന് ആന്റി പറഞ്ഞ്. പിന്നെ അസുഖക്കാരി ആയാൽ പോലും നിന്നെ തന്നെ എനിക്ക് വേണം. അസുഖം ഭേദമായില്ലായിരുന്നേ ഇങ്ങനെയൊക്കെ തന്നെ സംസാരിക്കുമായിരുന്നോ? മിതു, തനിക്കെന്നെ ഇപ്പോഴും വിശ്വാസമായിട്ടില്ല? അതൊക്കെ നിതിന്റെ വെറും തോന്നലുകളാ. എനിക്ക് വിശ്വാസാ. പക്ഷെ നിതിനേക്കാൾ എനിക്ക് വിശ്വാസം ആ കരുമനെയാണ്. രോഗമുണ്ടെന്ന് എല്ലാരും പറഞ്ഞിട്ടും അതൊന്നും വകവെക്കാതെ എന്നെ സ്നേഹിച്ച കരുമനെയാ എനിക്കിപ്പോഴും വിശ്വാസം.
മിതു, നീ എന്തൊക്കെയായി പറയുന്നത്? എന്നെ കളിയാക്കാനും ചുണ്ടുപിടിപ്പിക്കാനും പറയാമെന്ന് എനിക്കറിയാം. കരുമന നിനക്ക് ശരിക്കും അറിയില്ല. അവൻ മനഃപൂർവ്വം നിന്നെ കുരുക്കാൻ വേണ്ടി ഒരുക്കിയ നാടകത്തിൽ നീ വീണുപോയതാ. അതിന് പിന്നെ ചില ഉദ്ദേശങ്ങളുണ്ട്. എന്തുദ്ദേശം? നീരേറ്റ് സ്വത്തുക്കൾ. അതിന് തന്ത്രപരമായി അവ ഒരുക്കിയ നാടകമായത്. സ്വന്തം ചിന്താഗതികൾ മറ്റൊരാളിന്റെ തോളിൽ അടിച്ചേൽപ്പിക്കരുത്. മിതു, അതെ, ഞാൻ പറഞ്ഞു തന്നെയാ ശരി. നിതിൻ എന്നെ അല്ല സ്നേഹിക്കുന്നത്, പണത്തെയാ. അതിനുവേണ്ടിയാ എന്നെ കല്യാണം കഴിക്കാൻ നിർബന്ധിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ നിനക്ക് വിശ്വാസമില്ല? എന്തു പറഞ്ഞുന്നാ? കരുമൻ നിന്റെ പിന്നാലെ പ്രേമവും നടിച്ച് നടക്കുന്നത് നിന്റെ പണം മോഹിച്ച, അല്ലാതെ താലി കെട്ടിക്കൊണ്ടുപോയി പൊന്നുപോലെ വാഴിക്കാനല്ല. കമ്പനി GM ആയി കഴിഞ്ഞ് എന്റെ പിന്നാലെ വന്നതും അസുഖമാണെന്നറിഞ്ഞപ്പോ അർജുനമ്മാവനോട് എന്നെ കുറിച്ച് മോശമായി പറഞ്ഞതൊന്നും ഞാൻ മറന്നിട്ടില്ല. ഈ നുണയൊക്കെ നിന്നോട് ആരാ പറഞ്ഞേ? നുണയല്ല, സത്യം. നിതിൻ, നിങ്ങളുടെ മനസ്സിലിരിപ്പ് എനിക്ക് നന്നായിട്ട് അറിയാം. പണത്തിനോടുള്ള ആർത്തി, എന്നെ വിവാഹം കഴിച്ചാൽ കിട്ടുന്ന കോടികൾ. എനിക്ക് നിന്റെ പണമല്ല, നിന്നെയാ വേണ്ടത്. എങ്കിൽ പിന്നെ എന്റെ അച്ഛൻ മരിച്ചപ്പോ കിട്ടിയ ഇൻഷുറൻസ് തുകയും എന്റെ പേരിൽ അദ്ദേഹം സമ്പാദിച്ചിട്ടുള്ള വസ്തുവകളുടെ ഡീറ്റെയിൽസിന്റെ പ്രിന്റൌട്ടും നിതിന്റെ മേശയ്ക്കുള്ളിൽ എങ്ങനെ എത്തി? അത് പിന്നെ മിതു, ഞാൻ എന്നാ പറയ, ആരുടെ ബുദ്ധിയാ? അച്ഛന്റെയോ മകന്റെയോ? അപ്പൂപ്പന്റെ മരണശേഷം നമുക്ക് രണ്ടാൾക്കും അവകാശപ്പെട്ട നീരേറ്റിലെ സ്വത്തും നിന്റെ ലക്ഷ്യമാ. പാവ എന്റെ അമ്മ ഇതൊന്നും ചിന്തിക്കാതെയാ മറ്റുള്ളവർ പറയുന്നത് കേട്ട് നിതിനെ സ്നേഹിക്കുന്നത്. മിതു, നീ ഒന്നുകൂടി ആലോചിക്കുക. എന്തോ തെറ്റിദ്ധാരണയുടെ പുറത്താണ് നീ സംസാരിക്കുന്നത്. ഒരു തെറ്റിദ്ധാരണയില്ല. ഇതാണ് ശരിയായ ധാരണയല്ലെന്ന് പറയാൻ കഴിയോ നിതിന്? ദാ മോളെ പാല്, ഗുളിക കഴിക്കാൻ സമയായി. ആ, കല്യാണം തീരുമാനിച്ചാലേ ചെറുക്കനും പെണ്ണും അധിക നേരം ഒന്നിച്ചിരുന്ന് സംസാരിക്കരുതെന്നാ പണ്ടുള്ളവര് പറയാറ്. അതൊക്കെ പണ്ടല്ലേ അമ്മണിയമ്മേ. ഉം. അമ്മണിയമ്മേ, ഓ, അമ്മണിയമ്മയ്ക്ക് ഒരു കാര്യം അറിയോ? മീതുവിന് ഇപ്പോഴും എന്നെ ഇഷ്ടമല്ല. ഛേ, അയ്യോ, അതെന്താ മോളെ അങ്ങനെ? ഓ, സൗന്ദര്യപ്പണക്ക അതൊക്കെ ഇതാന്ന് പറയുമ്പോ അങ്ങോട്ട് തീർന്നോളൂ. അമ്മണിയമ്മേ, കരുമനും ചിഹ്നവും കൂടി മീതുവിനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുക. അതുകൊണ്ടാ മൃദുലേക്ക് എന്നോട് ദേഷ്യം. ദേ കുഞ്ഞെ, അവരാരും പറയുന്നത് കേൾക്കല്ലേ. ഓ, ആദിവാസി കൂട്ടങ്ങളെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളില്ല. പളങ്കു പോലുള്ള സ്വഭാവാ നിതിൻ സാറിന്. ഇങ്ങനെ ഒരാളെ കുഞ്ഞിന് കിട്ടിയത് മഹാഭാഗ്യാണേ. കേട്ടല്ലോ, എല്ലാവർക്കും എന്നെ ഇഷ്ടം. ഒരാൾക്ക് മാത്രം ഇപ്പോഴും അകൽച്ചയാ. എല്ലാം മൃദുലയുടെ തെറ്റിദ്ധാരണകളാ. ഞാനൊരു പണക്കൊതിയനല്ല, നിന്റെ സ്നേഹം മാത്രം മതി. പക്ഷേ ജീവിക്കാൻ സ്നേഹം മാത്രം പോരല്ലോ, പണവും കൂടി വേണ്ടേ? നിന്റെ മമ്മിയും ഡാഡിയും അമേരിക്കയ്ക്ക് പോയ എന്തിനാ? പണം ഉണ്ടാക്കാനല്ലേ? ദേ, നമ്മുടെ ഇടയിൽ ഇനി ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവരുത്. എന്നെയും കരുമനെയും ഒരേ തട്ടിൽ വെച്ച് അളക്കരുത് പ്ലീസ്. ഐ ലവ് യു സോ മച്ച്. എൻ്റെ ഭാര്യയായി കഴിഞ്ഞാൽ ഞാൻ നിന്നെ പൊന്നുപോലെ നോക്കും. നിന്റെ രോഗം മാറിയാലും ഇല്ലെങ്കിലും മരിക്കും വരെ നീ എൻ്റെ ജീവനായിരിക്കും. മമ്മി ആരോടായി വാശി കാണിക്കുന്നേ? നീരേറ്റ് കമ്പനിയിൽ നിന്ന് പുറത്താക്കിയപ്പോ തൊട്ട് മമ്മിയുടെ ശനിദശയാ. അതിപ്പോ കൂടിക്കൂടി വരിക. നീ എന്താ എന്നെ ജോത്സ്യം പഠിപ്പിക്കാൻ പോവാണോ? ഓരോരുത്തരുടെ ശനിയും വ്യാഴനും ഉണ്ടാക്കിയെടുക്കുന്നത് അവനവൻ തന്നെയാ. ഓ, അപ്പോ ഈ അവസ്ഥ മമ്മി സ്വയം ഉണ്ടാക്കിയെടുത്തതാ? എന്നിട്ട് എന്തിനാ ഓരോന്ന് പറഞ്ഞ് തർക്കിക്കാൻ നീരേറ്റിലേക്ക് ഓടിച്ചെന്ന്? നീരേറ്റിലേക്ക് അല്ലാതെ പിന്നെ ഞാൻ നിന്റെ അടുത്തേക്ക് ഓടി വരണമായിരുന്നോ? അല്ല, നീരേറ്റിലേക്ക് തന്നെയാ ചെല്ലേണ്ടത്. അവകാശമുള്ളിടത്തേക്കല്ലേ ചെല്ലാൻ പറ്റൂ. പക്ഷേ ഇങ്ങനെ വഴക്കുണ്ടാക്കാനല്ല പോവേണ്ടത്. അവിടെ പോയി അവരോടൊപ്പം സ്നേഹത്തോടെ ഒന്നിച്ച് കഴിയാ വേണ്ടത്. സെലീന, നീ നിന്റെ കാര്യം നോക്കിപ്പോ. നീരേറ്റിലേക്ക് പോണോ ജോയ്ച്ചാനോട് സംസാരിക്കണോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ഞാനാ. അതിലാരും തലയിടണ്ട. നിനക്കും ഇല്ലേ ജീവിതത്തിൽ ചില ഉത്തരവാദിത്വങ്ങളൊക്കെ? അതൊക്കെ നേരെ ജോയി നടത്തിക്കൊണ്ട് പോവാൻ നോക്ക്. മമ്മി, ഞാൻ കാര്യമായിട്ട് പറയാ, ഇനി ഇവിടെ താമസിച്ചാൽ ശരിയാവില്ല. എത്രയായാലും പങ്കയാൻറ്റി പ്രസവിച്ചു കഴിഞ്ഞ ജോയ് അങ്കിളിന് അവരോടുള്ള ഇഷ്ടം കുറയില്ല. സ്വന്തം കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ പറഞ്ഞ ആരെങ്കിലും ചെയ്യൂ? സ്വന്തം ഇഷ്ടപ്രകാരം മമ്മിയിലേക്ക് തിരിച്ചു വന്നാൽ തന്നെ മതി, നിർത്ത്. ആരും എന്നെ ഉപേക്ഷിച്ച് പോയിട്ടില്ല. ഞങ്ങൾ ഇപ്പോഴും ഇവിടെ ഈ വീട്ടിൽ ഒന്നിച്ചു തന്നെയാ താമസിക്കുന്നത്. ഇനി നീയായിട്ടത് ഇല്ലാതാക്കാതിരുന്നാ മാത്രം മതി. മമ്മി എന്തൊക്കെയാ പറയുന്നേ? നാട്ടുകാർ പറയുന്നത് സത്യമാണെന്നാണോ? എന്നിട്ട് ജോയ് അങ്കിൾ എവിടെ? എനിക്കറിയാം, എന്റെ ഡാഡി അല്ലാതെ മറ്റൊരാളെ സ്നേഹിക്കാൻ മമ്മിക്ക് ഒരിക്കലും കഴിയില്ല. വെറുതെ മറ്റുള്ളവരോടുള്ള വാശിക്ക്
ജോയി അങ്കിളിനെ കൂടെ താമസിപ്പിച്ചതാ. മമ്മി, ഒറ്റയ്ക്കുള്ള ജീവിതം മമ്മിക്ക് താങ്ങാനാവില്ല. എന്നോടൊപ്പം വാ, നമുക്കൊന്നിച്ചു കഴിയാം. വേണ്ട. തെങ്ങുമൂട്ടിൽ ഫിലിപ്പോസിന്റെ മകനോടൊപ്പം താമസിക്കാൻ നീ എന്നെ ക്ഷണിക്കാൻ വന്നതാ? വേണ്ട, നമുക്ക് നീരറ്റിലേക്ക് പോവാം. അവിടെ ആവുമ്പോ ആരും മമ്മി എതിർക്കാൻ പറ്റില്ല. മനസമാധാനം കിട്ടുകയും ചെയ്യും. എന്റെ ഡാഡിയുടെ ബന്ധുക്കൾക്കൊപ്പം ജീവിക്കുന്നതാ മമ്മിക്ക് ഇഷ്ടമെന്ന് എനിക്കറിയാം. വാശിയും വൈരാഗ്യവും കളഞ്ഞ് മമ്മി അപ്പൂപ്പനെ പോയി കാണണം. അവിടെ തന്നെ താമസിക്കുകയും വേണം. മതി, നിർത്ത്. ഞാനിനി എങ്ങോട്ടും ഇല്ല. ഒറ്റയ്ക്ക് താമസിച്ച എനിക്ക് പഴയതുപോലെ ഭ്രാന്ത് വരൂന്നല്ലേ നിന്റെ ഭയം? വന്നോട്ടെ. ഈ ജീവിതത്തെക്കാൾ നല്ലത് അത് തന്നെയാ. സ്നേഹമില്ലാത്തവരുടെ കൂടെ കഴിയുന്നതിലും നല്ലതാ. ബോബൻ, കുറച്ച് കാശ് ഷെൽഫിൽ വെച്ചിട്ടുണ്ട്. ബില്ല് ഇന്ന് തന്നെ അടയ്ക്കണം, മറക്കല്ലേ. വാ, ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്. ബോബാ, ഇനി ഇങ്ങനെ ഭാര്യയുടെ ചെലവിൽ ജീവിക്കാൻ നിനക്ക് നാണം ഇല്ലയോടാ? കോടിക്കണക്കിന് സമ്പാദിച്ച തെങ്ങുമൂട്ടി ഫിലിപ്പോസിന്റെ മകനാ ഇപ്പൊ കെട്ടിയോളുടെ ഔദാര്യത്തിൽ കഴിയുന്നേ. അമ്മച്ചിക്ക് വിശപ്പില്ലേ? എന്തേലും കഴിച്ചിട്ട് സംസാരിക്കാം. ഞാൻ എടുത്തു വെക്കാം. വേണ്ട വേണ്ട, ആരും വിളമ്പി തരണ്ട. എനിക്കറിയാം എടുക്കാൻ. കർത്താവിനാണ് കൈക്കും കാലിനും ഒരു കുഴപ്പമില്ല. കുഴപ്പം മനസ്സിനാ അല്ലേ അമ്മച്ചി? അതേടാ, മനസ്സിനാ കുഴപ്പം. നിന്റെ കൂടെ കൂടി ഇവിടെ വന്നേച്ചേ പിന്നെ മനസ്സിന് തന്നെ കുഴപ്പം. നിന്റെ അപ്പച്ചൻ തലയ്ക്കോളം കയറി തിന്നാനും കുടിക്കാനും ഇല്ലാതെ ഒറ്റയ്ക്ക് കഴിയ. അങ്ങേരുടെ കാലം കഴിഞ്ഞ പിന്നെ എനിക്കാരാ ഉള്ളത്? നമ്മുടെ വീടിനും പറമ്പിനും ഒക്കെ ആരാ ഒരു അവകാശി? ഒക്കെ ആലോചിക്കുമ്പോ ഉള്ളു തീയ. ശരിയാടാ, എന്റെ മനസ്സിന് തന്നെ കുഴപ്പം. അമ്മച്ചി എന്നാ പറഞ്ഞാലും കമ്പനി സ്വത്തുവകകളും ഒക്കെ ടീനെ വിട്ടുതരാന്ന് സമ്മതിച്ചാലും കുഞ്ഞിനെ ഞാൻ വിട്ടുകൊടുക്കത്തില്ല. കേസ് പറഞ്ഞിട്ടാണെങ്കിലും അവക്ക് കുഞ്ഞിനെ കൊണ്ടുപോകാൻ അറിയാം. അങ്ങനെ നോക്കിയാ കുഞ്ഞിനെ അവക്ക് കൊടുക്കുന്നല്ലേ ബുദ്ധി. കുഞ്ഞിനെ കൊടുത്താലും അനാഥാലയത്തിൽ നിന്ന് മറ്റൊരു കുഞ്ഞിനെ നമ്മൾ എടുത്തു വളർത്തും. അങ്ങനെ ഒരെണ്ണത്തിനെ വളർത്താനേ ഞാൻ സമ്മതിക്കുകയല്ല. നിനക്കേ കുഴപ്പമുള്ളൂ, ബോബൻ അതില്ല. ഓർമ്മയുണ്ടല്ലോ? അതിന് ഇപ്പം ബോബൻ വിചാരിച്ചാൽ ജീവിക്കാൻ ഒരു വഴി തുറന്നു കിട്ടും. കുഞ്ഞിനെ വേണമെങ്കിൽ കാണുകയും ചെയ്യാം. ഉത്തരവാദിത്വത്തോടുകൂടി വളർത്തണമെങ്കിലേ കാശ് വേണ്ടേ? അത് ഇവന്റെ കയ്യിലുണ്ടോ? എടാ, കർത്താവിനെ കാണാൻ വേണ്ടി മാത്രമല്ല അമ്മച്ചി പള്ളിയിൽ പോന്നേ. നാട്ടുകാരെ കാണാനും വിശേഷങ്ങൾ തിരക്കാനുമാ. അത് പള്ളിക്കാർക്കും അറിയാം, കർത്താവിനും അറിയാം. നിന്റെ പേരിൽ കമ്പനിയുടെ ഷെയർ ടീനെ എഴുതി തരും. പകരം കൊച്ചിനെ തിരികെ കൊടുക്കണം. എപ്പോ വേണേലും പോയി കാണുകയും ചെയ്യാം. എന്തു പറയുന്നു? എനിക്ക് അവളെ വിവരം അറിയിക്കണം. ഞാനൊന്ന് ആലോചിക്കട്ടെ. നീ ഒറ്റയ്ക്ക് ആലോചിച്ചിട്ട് പറയാമെങ്കിൽ പറഞ്ഞാ മതി. അതല്ല, രണ്ടാളും കൂടി ആലോചിച്ച് തീരുമാനിച്ചു വരുമ്പോഴേക്കും അത് നടക്കാൻ പോകുന്നില്ല. അല്ലെങ്കിലും ഇത് നടക്കാൻ പോകുന്നില്ല. അത് നീയാണോ തീരുമാനിക്കുന്നത്? അവന്റെ കാര്യം തീരുമാനിക്കാനേ അവനറിയാം. നിന്റെ ചെലവിൽ കഴിയുന്നതിന്റെ അഹങ്കാരാ പറയുന്നെങ്കിലേ അത് വേണ്ട. ബോബനെ ഒന്നുമില്ലാത്തവനൊന്നുമല്ല. ടീനയുമായുള്ള ബന്ധം ബോബന്റെ ജീവിതം നശിപ്പിച്ചേ. ഇനി അത് ആവർത്തിക്കണമെന്നാണോ അമ്മച്ചി പറയുന്നത്? ഒരു ചക്ക വീണു മുയൽ ചത്തുവെന്നും പറഞ്ഞേ എപ്പോഴും അത് ആവർത്തിക്കണമെന്നില്ല. അവളുടെ കുഞ്ഞാ ഇവിടെ വളരുന്നേ. ഇന്നല്ലെങ്കിൽ നാളെ അവളതിനെ കൊണ്ടുപോകും. കുഞ്ഞു വളരുമ്പോഴല്ലേ അതപ്പം നോക്കാം. ഇപ്പോഴായാൽ എന്നാ കുഴപ്പാ? ബോബനൊരു ജോലിയും കിട്ടും. നിനക്കത് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ വേറെ താമസിച്ചോ. ബോബന് വേറെ പെണ്ണും കിട്ടും. അമ്മച്ചി എന്തിനാ നടക്കാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞോണ്ട് വരുന്നേ? നടക്കൂടാ, നടക്കും. അന്നാമ്മ വിചാരിച്ച പലതും നടക്കും. പക്ഷെ നീ എന്റെ ഒപ്പം നിൽക്കണം. അല്ലാതെ ഇവളുടെ കൂടെ കൂടി ജീവിതം പാഴാക്കാനാണ് ഉദ്ദേശമെങ്കിൽ എന്നെ അതിന് കിട്ടില്ല. ആരുടെയും ജീവിതം പാഴാക്കണ്ട. വേറെ കെട്ടണമെങ്കിൽ ബോബൻ കെട്ടിക്കോ. പക്ഷേ ഇനിയും ടീനയുമായിട്ടൊരു പങ്ക് കച്ചവടത്തിന് ഇറങ്ങിപ്പോയാലുണ്ടല്ലോ. നീ എന്നാ ചെയ്യും? നിന്റെ അമ്മച്ചി ഒരുത്തന്റെ കൂടെ പുറത്തല്ലോ. എന്നിട്ട് എന്തായി? അവൻ കളഞ്ഞിട്ട് പോയില്ലയോ? മതി, നിർത്ത്. പാവാണല്ലോ എന്ന് കരുതിയ ഈ പുലമ്പലൊക്കെ ഞാൻ സഹിക്കുന്നത്. എന്നുവെച്ച് എന്ത് പറയാന്ന് കരുതരുത്. അമ്മച്ചിക്കോ അപ്പച്ചനെ പോലെ തലയിൽ ഓളം തന്നെയാണെന്നാ എനിക്ക് തോന്നേ. ഞങ്ങളെ രണ്ടാളെയും വീണ്ടും മുറിച്ചു മാറ്റിയിട്ട് അമ്മച്ചിക്ക് എന്നെ കിട്ടാൻ അമ്മച്ചി? ആര് വിചാരിച്ചാലും ഇനി ഞങ്ങളെ പിരിക്കാൻ പറ്റത്തില്ല.
അരികിലില്ലേ